أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن سألتهم من خلق السماوات والأرض ليقولن الله قل الحمد لله بل أكثرهم لا يعلمون. لله ما في السماوات والأرض إن الله هو الغني الحميد. ولو أن ما في الأرض من شجرة أقلام والبحر يمده من بعده سبعة أبحر ما نفدت كلمات الله إن الله عزيز حكيم. ما خلقكم ولا بعثكم إلا كنفس واحدة إن الله سميع بصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1409 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن سألتهم من خلق السماوات والأرض ليقولن الله قل الحمد لله بل أكثرهم لا يعلمون. لله ما في السماوات والأرض إن الله هو الغني الحميد. ولو أن ما في الأرض من شجرة أقلام والبحر يمده من بعده سبعة أبحر ما نفدت كلمات الله إن الله عزيز حكيم. ما خلقكم ولا بعثكم إلا كنفس واحدة إن الله سميع بصير. صدق الله العلي العظيم. സൂറത്തുൽ ലുഖ്മാനിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിവരിച്ചതിനെ തുടർന്ന് പ്രബോധിത സമൂഹത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കേൾപ്പിക്കുകയാണ് സൂറത്തുൽ ലുഖ്മാനില് നമ്മൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളിലായിട്ട് ആകാശങ്ങളെയും ഭൂമിയെയും അവയിലുള്ളതിനൊക്കെയും മനുഷ്യനായിട്ട് വിധേയപ്പെടുത്തി കൊടുക്കുകയും പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും ഒക്കെയുള്ള അനുഗ്രഹങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് മനുഷ്യന് വേണ്ട ആവാസ വ്യവസ്ഥ ഒരുക്കിയിരിക്കുകയാണ് അല്ലാഹു. എന്നാൽ അതിനെക്കുറിച്ച് ആലോചിക്കാനോ അത് നൽകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്രഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയാനോ സന്നദ്ധരാവുന്നതിന് പകരം മനുഷ്യരിൽ പലരും താർക്കികന്മാരായിട്ട് മാറുകയാണ്. അവരുടെ തർക്കത്തിന് അറിവിന്റെയോ മാർഗദർശനത്തിന്റെയോ വേദഗ്രന്ഥത്തിന്റെയോ ഒന്നും പിൻബലമില്ല. അതില്ലാത്ത വിധത്തില് വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരില് പല ആളുകളും.
അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന മാർഗദർശനം പിൻപറ്റണം എന്ന് അവരോട് നിർദ്ദേശിച്ചാൽ അവര് പുറംതിരിഞ്ഞു നിൽക്കും. അവര് പറയാ, ഞങ്ങള് കാലങ്ങളായിട്ട് കാരണവന്മാരായിട്ട് പൂർവികരുടെ കാലം തൊട്ടേ ചെയ്തു വരുന്ന സംഗതികളിലേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അവരെന്തൊക്കെയാണോ ചെയ്തത്, അവരേത് വഴിക്കാണോ നീങ്ങിയിരുന്നത്, അതനുസരിച്ചൊക്കെ തന്നെ ഞങ്ങളും ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറയാ. പൂർവികരെ പിൻപറ്റുക വഴി പിശാച് അവരെ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ്, നരകശിക്ഷയിലേക്കാണ് തെളിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ പോലും അവര് അങ്ങനെ തന്നെയാണോ ചെയ്യുക എന്നാണ് അള്ളാഹു അവരോട് ഉന്നയിക്കുന്ന ഒരു ചോദ്യം. തുടർന്ന് അള്ളാഹു കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ദൈവിക ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സ്രഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയാനും ഒക്കെ സന്നദ്ധരായ, അങ്ങനെ അള്ളാഹുവിന് വിധേയപ്പെടാൻ, സുഹൃതം അനുഷ്ഠിക്കാൻ ഒക്കെ സന്നദ്ധരായ ആളുകളെ പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായത്, അവര് അതിശക്തമായ ഒരു പാശത്തിലാണ്, ഒരു പിടിവള്ളി, ഒരു കയറ്, അതിലാണ് അവർ പിടിച്ചിരിക്കുന്നത്. അത് ദുർബലമായ, അറ്റുവീഴുന്ന, പൊട്ടിപ്പോകുന്ന കയറല്ല. അവര് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, ഏറ്റവും ബലിഷ്ഠമായ, ഏറ്റവും ശക്തമായ ഒരു പാശത്തിലാണ് അവർ പിടിച്ചിരിക്കുന്നത് എന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. മനുഷ്യര് പിൻപറ്റുന്ന പ്രത്യയശാസ്ത്രങ്ങളും ആദർശ വഴികളും ഒക്കെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഏകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്വാസമാർഗം അവലംബിക്കുന്ന ആളുകൾ ഏറ്റവും ശക്തമായ, ഏറ്റവും ഭദ്രമായ, അതുപോലെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന ഒരു വഴിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർ പിൻപറ്റുന്ന സകല ജീവിത സരണികളിലും വെച്ചേറ്റവും സുഭദ്രവും സുശക്തവുമായത്, ഒരു ശക്തമായ ഉറപ്പുള്ള പാശത്തിനോട് ഉപമിക്കാവുന്ന ഒരു ജീവിതമാർഗം, ഒരു ജീവിത ദർശനം, അത് പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാര്യങ്ങളുടെ ആത്യന്തിക പരിണിതി തീരുമാനിക്കുന്നത് അവസാനം അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് പ്രവാചകരെ, ആരെങ്കിലും താങ്കളുടെ പ്രബോധനത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയോ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരോടുള്ള ഏറ്റവും വലിയ പരിഗണനയും താല്പര്യവും ഒക്കെ കാരണമായിട്ട് താങ്കൾ വിഷമം അനുഭവിക്കുന്നവനായിരിക്കും. പക്ഷെ താങ്കൾ അങ്ങനെ വിഷമം അനുഭവിക്കേണ്ടതില്ല. ഈ ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ട സംവിധാനങ്ങളൊക്കെ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. താങ്കൾ അതിന് വേണ്ട ചേർത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുമുണ്ട്. ഇനി അവരൊക്കെയും തന്നെ നമ്മുടെ അടുക്കലേക്കാണ് തിരിച്ചു വരാൻ പോകുന്നത്. അവരുടെ കർമ്മങ്ങളുടെ ആത്യന്തിക പരിണിതി എന്തൊക്കെയായിരുന്നു എന്ന കാര്യം അവർക്ക് വിശദമാക്കി കൊടുക്കുന്ന ഒരവസരം വരാനിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ബോധ്യപ്പെടാത്ത ആളുകള് ആ നാളില് ബോധ്യപ്പെട്ടുകൊള്ളും. തീർച്ചയായിട്ടും നെഞ്ചകങ്ങളിൽ മനുഷ്യൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് സസൂക്ഷ്മം ഓരോരുത്തരുടെയും ആത്മാർത്ഥതയുടെ, ഇഖ്ലാസിന്റെ അളവ് വെച്ചുകൊണ്ട് തന്നെ ഓരോരുത്തരെയും അളക്കുവാനും ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് മൂല്യം നിർണയിക്കുവാനും ഒക്കെ തീർച്ചയായിട്ടും അള്ളാഹുവിന് സാധിക്കും. ഇപ്പോ ഈ ആളുകളൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ അവിശ്വാസികളായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു, അവർക്ക് അതിനെങ്ങനെ സാധിക്കുന്നു എന്നൊക്കെയുള്ള സംശയത്തിന് മറുപടിയായിട്ടാണ് അള്ളാഹു പറയുന്നത്, നുമത്യോഹും ഖലീല, അവർക്ക് നാം ഒരു നിർണിതമായ, പരിമിതമായ അളവിലുള്ള വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതേ തുടർന്ന് അതിപരുഷമായ ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടാനാണ് പോകുന്നത്. ഇതാണ് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ അള്ളാഹു മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകൾ നോക്കാം. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്,
അള്ളാഹുവിന്റെ ഏകത്വത്തെ അല്ലെങ്കിൽ അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യം ബോധ്യപ്പെടാത്ത ആളുകളോട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രവാചകരെ താങ്കൾ വല ഇൻ സഅൽതഹും, താങ്കൾ അവരോട് ചോദിക്കുന്നുവെങ്കിൽ മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് താങ്കൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ മറുപടി? അവരിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, അവരിന്ന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവരുടെ പൂർവികരായിട്ട് ആരാധിച്ചു പോരുന്ന ആരുടെയെങ്കിലും പേരാണോ അവർ പറയുക? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോ അവര് പൂജിക്കുന്ന, ആരാധിക്കുന്ന അവരുടെ ശരീക്കുകളായ ആരുടെയും പേരല്ല പറയാ. അവര് പറയല് വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവര് പറയാ അല്ലാഹു ആണ് എന്നാണ്, ഈശ്വരനാണ് എന്നായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഭാഷാ സാഹചര്യത്തില് ആളുകൾ പറയുന്നുണ്ടാവുക. അവര് പൂജിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ വേറെ പലതിനെയും ആയിരിക്കും. സൃഷ്ടികർമ്മം നടത്തിയത് ആരാണ്? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് നിങ്ങൾ ഈ പൂജിക്കുന്ന ഈ വിഗ്രഹത്തിന്റെ കക്ഷിയാണോ, അതല്ല വേറെ വല്ലവരും ആണോ എന്ന് ചോദിച്ചാൽ അവര് പറയുക ഈശ്വരനാണ് അതിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അറേബ്യയുടെ പശ്ചാത്തലത്തില് അവർ പറയുന്നത് അള്ളാഹുവാണ് അവയെ സൃഷ്ടിച്ചത് എന്നാണ്. ലയഖൂലുന്നല്ലാഹ്, അവർ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് പറയും. എന്നാലോ ഖുലിൽ ഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോളൂ പ്രവാചകരെ എന്നാണ് അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അത്രയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചല്ലോ എന്ന ഒരർത്ഥത്തിലാണ് അവിടെ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയാൻ വേണ്ടി ഇവിടെ നിർദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖുലിൽ ഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സകല സ്തുതികളും എന്ന് പറയും എന്ന് പറഞ്ഞോളൂ. അപ്പോ ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാല് അവര് നൽകുന്ന ഉത്തരം അള്ളാഹുവാണ് എന്നാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോളൂ. കാരണം എന്താ? അത്രയെങ്കിലും കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയല്ലോ എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളുടെ അവസ്ഥ എന്താണ് എന്നത് തുടർന്ന് അള്ളാഹു പറയുകയാണ്. ബൽ അക്സറുഹും ലാ യഅലമൂൻ, അവരിലേറെ പേർക്കും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല, ഒന്നും അറിയില്ല. അവര് ലാ യഅലമൂൻ എന്ന അവസ്ഥയിലാണ്, അവർക്കൊന്നും അറിയില്ല എന്ന അവസ്ഥയിലാണ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് ഒരു ശീലത്തിന്റെ പേരിൽ, ഒരു ഉൾവിളിയുടെ പേരിൽ അവര് പറയുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരെ അവര് ആരാധിക്കാൻ മുതിരുന്നത്? അള്ളാഹു അല്ലാത്തവർക്ക് വിധേയത്വം നൽകാൻ അവര് സന്നദ്ധരാകുന്നത് പിന്നെ എങ്ങനെയാണ്? സൃഷ്ടികർമ്മം നടത്തുന്നത് ഒരാളും ആരാധിക്കപ്പെടേണ്ടത് വേറൊരാളും. എന്തടിസ്ഥാനത്തിലാണിത് എന്നൊരു യുക്തി അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ യുക്തിഭദ്രമായ യുക്തി തലത്തിലുള്ള ഒരു ചോദ്യം അവിടെ സ്വയം ഉയർന്നു വരുന്നുണ്ട്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് അവർ അംഗീകരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇവരെന്തിനാ ഇവരെയൊക്കെ സൃഷ്ടികർമ്മത്തിൽ യാതൊരു പങ്കുമില്ലാത്ത ഈ മൂർത്തികളെയൊക്കെ ആരാധിക്കുന്നതിന്റെ കാരണം എന്താണ് എന്നത് ആലോചിക്കുന്നില്ല അവര്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ബൽ അക്സറുഹും ലാ യഅലമൂൻ, അവരിലേറെ പേരും ഒരു സംഗതിയും അറിയാത്തവരാണ്, ഒരു കാര്യവും വേണ്ട വിധത്തില് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്തവരാണ്. ബൽ അക്സറുഹും ലാ യഅലമൂൻ, ഇൽമ് എന്നത്, ശരിയായ ജ്ഞാനം എന്നത് അവരിൽ അധിക പേർക്കും ഇല്ല. അതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ശരിയായ ജ്ഞാനം അവരിൽ ഏറെ പേർക്കും ലഭിച്ചിട്ടില്ല. അവര് ശരിയായ ജ്ഞാനമുള്ളവരല്ല. കാരണം ആകാശങ്ങളെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ മുഴുവനായും സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് എന്നവർ അംഗീകരിക്കുമ്പോൾ തന്നെ പിന്നെ അവര് വിധേയപ്പെടാനും അനുസരിക്കാനും ആരാധിക്കാനും ഒക്കെ
മറ്റു പലരെയുമാണ് കണ്ടെത്തുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ തന്നെയുള്ള ഒരു അതിഭയങ്കരമായ വൈരുദ്ധ്യമാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ അവർക്ക് എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർള്. തുടർന്ന് അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു സൃഷ്ടിച്ചത് എന്നത് മാത്രമല്ല, അതിന്റെ ഉടമസ്ഥത കൂടി അവന്റേതാണ്. ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർള്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അള്ളാഹുവിൻ്റെതാണ്. അവയുടെയൊക്കെ ഉടമസ്ഥനും അവനാണ്. അള്ളാഹു സൃഷ്ടിച്ചു, വേറെ ആരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്നതല്ല. അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവാണ് അവയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ ഉടമസ്ഥനും അള്ളാഹു തന്നെയാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അവന്റേതാണ്. അതൊക്കെയും തന്നെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ മനുഷ്യന്റെ പ്രയോജനത്തിനു വേണ്ടി. അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അതിനെക്കുറിച്ചൊരു ആലോചന മനുഷ്യൻ നടത്തുന്നില്ല, ഒരു തിരിച്ചറിവ് നേടുന്നില്ല, അറിവുള്ളവനായി ജ്ഞാനിയായി മാറാൻ അവന് സാധിക്കുന്നില്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും തന്നെ അവന്റേതാണ്. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു ഹുവൽ ഗനിയ്യ് അൽ ഹമീദ്. അവനാണ് എല്ലാ നിലക്കും നിരാശ്രയനായവൻ, ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ, പരാശ്രയം ഇല്ലാത്തവനായ ഒരുവൻ അവനാണ്. ഗനിയാണ്. ഗനി എന്ന് പറഞ്ഞാൽ ധന്യൻ, തികഞ്ഞവൻ, തികഞ്ഞവനാണ്. എല്ലാ അർത്ഥത്തിലും അവൻ തികവുള്ളവനാണ്. അവന് ആരെയും ഒരു കാര്യത്തിലും ആശ്രയിക്കേണ്ടതില്ല. ആ വിധത്തിലുള്ള ഐശ്വര്യമുള്ളവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. അൽ ഹമീദ്, സ്തുത്യനുമാണ്, അല്ലെങ്കിൽ സ്തുതി ഏറ്റവും അർഹിക്കുന്നവൻ അവനാണ്. ആരെങ്കിലും സ്തുതിച്ചതുകൊണ്ട് മാത്രമല്ല, അവനാണ് സ്തുതി അർഹിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, പ്രാഗൽഭ്യമുള്ള ആളുകളെ പലപ്പോഴും സമൂഹം തിരിച്ചറിയാതെ പോകുമ്പോൾ അയാളുടെ പ്രാഗൽഭ്യം എവിടെയും രേഖപ്പെടുത്തപ്പെടുകയോ ശ്രദ്ധയിൽ വരികയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആളുകള് അയാളെ ഉൾക്കൊള്ളുന്നുണ്ടാവില്ല. പക്ഷെ അതിന്റെ അർത്ഥം അയാൾക്ക് പ്രാഗൽഭ്യം ഇല്ല എന്നല്ലല്ലോ. പ്രാഗൽഭ്യം തിരിച്ചറിയാൻ പലർക്കും പറ്റിയിട്ടില്ലെങ്കിൽ പോലും അയാൾ പ്രഗത്ഭൻ തന്നെയാണ്. ഇവിടെ അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തിക്കൊണ്ട് അവനെ സ്തുതിക്കാൻ ആരും സന്നദ്ധരായിട്ടില്ലെങ്കിൽ പോലും അവൻ സ്തുതി അർഹിക്കുന്നവനും സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനുമാണ്. കാരണം മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തില്. മനുഷ്യനും ജിന്നുകളും മാത്രമാണ് ആകെ അതിന് ഇടഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത്. ബാക്കിയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും സ്വമേധയാ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടുമാണുള്ളത്. ആകാശത്തിലെ പറവകളും കടലിലെ മത്സ്യങ്ങളും ഭൂമിയിൽ അഴഞ്ഞു നീങ്ങുന്ന അസംഖ്യം ജീവജാലങ്ങളും ചെടികളും മരങ്ങളും ഈ പ്രപഞ്ചത്തിലെ സകല സംഗതികളും നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ സകലതും തന്നെ, എന്തിനേറെ പാറക്കെട്ടുകൾ വരെ അള്ളാഹുവിനെ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മേഘഗർജനം അള്ളാഹുവിനുള്ള സ്തുതികീർത്തനമാണ് എന്നൊക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ചേതനവും അചേതനവുമായ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലതും അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അവൻ ആരെയും ആശ്രയിക്കുന്നവനല്ല, അവൻ സ്തുതി അർഹിക്കുന്നവനാണ് താൻ. അവന് നിരന്തരമായി വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഒരാളും സ്തുതി ചെയ്യാൻ സന്നദ്ധരാവുന്നില്ലെങ്കിൽ പോലും സ്വയം സ്തുതിക്ക് അർഹനായിക്കൊണ്ട് നിലകൊള്ളുന്നവനാണ്, സ്വയം സ്തുത്യനാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് സൃഷ്ടിച്ചത് മാത്രമല്ല അള്ളാഹു, അതിന്റെ ഉടമസ്ഥനും അള്ളാഹുവാണ്. ഉടമസ്ഥന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഉടമസ്ഥൻ അവകാശപ്പെട്ട സംഗതികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊക്കെ അങ്ങനെ പോകുന്നൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഉടമസ്ഥൻ അതിൽ ഇടപെടാതെ നിന്നെന്നും വരും. പക്ഷെ എപ്പോ വേണമെങ്കിലും അവന് അതൊക്കെ തന്നെ തന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് അങ്ങ് ഏറ്റെടുക്കാൻ സാധിക്കും. അതാണ് അവയുടെ ഉടമസ്ഥനായിട്ട് അള്ളാഹു നിലകൊള്ളുന്നതിന്റെ ഒരു സൂചന. അള്ളാഹുവിൻ്റെതാണ് ഇതൊക്കെയും തന്നെ. എപ്പോ വേണമെങ്കിലും അള്ളാഹുവിന് അവ ഏറ്റെടുക്കാനും സാധിക്കും.
തീർച്ചയായിട്ടും എല്ലാറ്റിനും നിരാശ്രയത്വമുള്ളവനാണ് അവൻ. ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനാണ്. അതുപോലെ സ്തുതി അർഹിക്കുന്നവനുമാണ് അവൻ. തുടർന്ന് പറയുകയാണ് അള്ളാഹു, ഇനി അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ചിലയിടത്തൊക്കെ പരാമർശിക്കപ്പെടുന്ന കാണാൻ കഴിയും. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട വിധത്തിൽ അവരെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ അവർക്ക് അള്ളാഹുവിനെ കണക്കാക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു ഒരു കാര്യം പറയുന്നത് കാണാം. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തില് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണ് തുടർന്ന് അള്ളാഹു നൽകുന്നത്. വലൗ അന്ന മാഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാം, ഭൂതലത്തിലുള്ള മുഴുവൻ വൃക്ഷങ്ങളും, വലൗ അന്ന മാഫിൽ അർളി മിൻ ഷജറത്തിൻ, ഭൂതലത്തിലുള്ള മുഴുവൻ വൃക്ഷങ്ങളും അഖ്ലാമുൻ, പേനകളായിരുന്നു എങ്കിൽ, ഖലം എന്നതിന്റെ ബഹുവചനാണ് അഖ്ലാം. അല്ലമ ബിൽ ഖലം എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ ഭൂമിയിലുള്ള സകല വൃക്ഷങ്ങളുടെ ശിഖരങ്ങളോ വൃക്ഷങ്ങൾ തന്നെയോ പേനകളായിരുന്നെങ്കിൽ, വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുരിൻ, സമുദ്രം അവയ്ക്ക് പിന്തുണയായിക്കൊണ്ട് 7 സമുദ്രങ്ങൾ വേറെയും, ഭൂമുഖത്ത് ആകെയുള്ള വാട്ടർ സ്കേപ്പ് എന്ന് പറയാവുന്ന പ്രദേശങ്ങളുണ്ട്, ഇടങ്ങൾ, അതൊക്കെ കണക്റ്റഡ് ആണ്. അത് മനസ്സിലാക്കാവുന്നതാണ് എല്ലാവരും. എല്ലാ അരുവികളും സ്ട്രീംസും ഒക്കെ സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നുണ്ടല്ലോ. ഒരു ചെറുപുഴ ഒരു വലിയ പുഴയിൽ വന്ന് ചേരുന്നുണ്ടാവും. അതുപോലെ ഒരു നീരൊഴുക്ക് ഒരു സ്ട്രീമിൽ ചെന്ന് ചേർന്നിട്ട് അത് ഒരു അരുവിയില്, അത് ഒരു വലിയ പുഴയില് ഒക്കെ ചെന്ന് ചേരുന്നുണ്ടാവും. പുഴകളൊക്കെയും തന്നെ കടലിലേക്ക് ചെന്ന് ചേരുന്നുണ്ടാവും. അപ്പോ ഭൂതലത്തിലുള്ള ജലസ്രോതസ്സുകളായിട്ടുള്ള മുഴുവനും ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് കണക്റ്റഡ് ആണെന്ന് പറയാൻ കഴിയും. അതിന് പൊതുവായിട്ട് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന പോലെ വാട്ടർ സ്കേപ്പ് എന്നും പറയാം. അപ്പോ ഭൂതലത്തിലെ വാട്ടർ സ്കേപ്പ് ആയിട്ടുള്ള ആ ഇടം, അതാണ് അള്ളാഹുവിടെ ഒരു സമുദ്രം എന്ന അർത്ഥത്തിൽ പറയുന്നത്. വൽ ബഹ്റു, ഒരു സമുദ്രം, യമുദ്ദുഹു, അതിനെ പിൻബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു, മിൻ ബഅദിഹി, അതിന് ശേഷം, അതിനെ കൂടാതെ, സബഅതു അബ്ഹുരിൻ, 7 സമുദ്രങ്ങൾ. ഒരു സമുദ്രം, ഭൂമിയിൽ ആകെയുള്ള വാട്ടർ സ്കേപ്പിനെ ഒരു സമുദ്രമായിട്ട് കാണുക, എന്നിട്ട് 7 സമുദ്രങ്ങൾ അതുപോലെയുള്ളത് വേറെയും അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എത്തുന്നു എന്നും സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളൊക്കെയും പേനകളും സമുദ്രങ്ങളായ സമുദ്രങ്ങളൊക്കെയും മഷിയുമാണെങ്കിലും, മാ നഫിദത്ത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വചനങ്ങള് തീർന്നു പോവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ പ്രപഞ്ചനാഥൻ, പ്രപഞ്ച സൃഷ്ടാവ് എന്ന നിലക്കുള്ള അവന്റെ സൃഷ്ടി വൈഭവത്തെയും അവന്റെ ബന്ധപ്പെട്ട മറ്റ് മഹത്വം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെയും ആരെങ്കിലും രേഖപ്പെടുത്താൻ വേണ്ടി അത് കലിമാത്തുകളാക്കി തീർക്കുകയാണെങ്കിൽ, അതേക്കുറിച്ചുള്ള രചന നടത്തുകയാണെങ്കിൽ, ഭൂമുഖത്തുള്ള സകല വൃക്ഷങ്ങളും പേനയായിട്ട് ഉപയോഗിക്കാനുണ്ടായാലും, സമുദ്രങ്ങളൊക്കെയും തന്നെ മഷിയായിട്ട് പ്രയോജനപ്പെടുത്താനുണ്ടായിരുന്നാലും, അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ, എഴുതേണ്ട കാര്യങ്ങൾ എഴുതി തീർക്കാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മാ നഫിദത്ത് കലിമാത്തുള്ള എന്നാണ്. വളരെ വ്യാഖ്യാനപരമായ സാധ്യതകളുള്ള ഒരു പ്രയോഗമാണത്. അള്ളാഹുവിന്റെ കലിമാത്തുകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ തീർന്നു പോവുകയില്ല എന്നാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് എന്നത് നമ്മൾ ആലോചനയിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് ഉള്ള വചനങ്ങൾ,
അവയെ വിവരിക്കുന്ന വിധത്തിലുള്ള വചനങ്ങളായിട്ടാണെങ്കിൽ ഈ പ്രപഞ്ച സംവിധാനത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ കണ്ടെത്തിയതും കണ്ടെത്താൻ ഇനിയും അവശേഷിക്കുന്നതുമായ അസംഖ്യം പ്രതിഭാസങ്ങളുണ്ട്. ദിനേന ശാസ്ത്രലോകം പല പുതിയ പുതിയ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശാസ്ത്രലോകം വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ചിലര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ടെത്തുകയും അവയുടെ ചില അത്ഭുതകരമായ തലങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത് മാത്രമാണ് ഇതൊക്കെ. അവര് ശാസ്ത്രം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ വ്യക്തികൾ കണ്ടെത്തുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് അള്ളാഹു അത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. മനുഷ്യർ കണ്ടെത്തിയിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ മഹത്വം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. മണൽത്തരിയെ പോലും മനുഷ്യൻ പൂർണ്ണമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി എന്തൊക്കെ അസംഖ്യം സംഗതികൾ ഈ പ്രപഞ്ചത്തില് മനുഷ്യന്റെ കണ്ണും ശ്രദ്ധയും പതിയാനായിട്ട് കിടക്കുന്നുണ്ട്. കണ്ടെത്തിയ കാര്യങ്ങളിൽ തന്നെ ഇനി എന്തെല്ലാം മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങള് മനുഷ്യന് അനാവൃതമായിട്ട് വരാനുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള രചനകളാണ് മനുഷ്യന്റെ സകലജാതി ഗവേഷണ പ്രബന്ധങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെയായിട്ട് രേഖപ്പെട്ട് കിടക്കുന്നത്. കാലങ്ങളായിട്ട് മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കുലേഷനാണ്, അതിനെക്കുറിച്ചുള്ള എഴുത്തുകളാണ്, രചനകളാണ് മനുഷ്യന്റെ മുഴുവൻ പുസ്തകങ്ങളിലും ഉണ്ടാവുക. ഈ പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ള മനുഷ്യന്റെ ഭാവന വളരെ പരിമിതമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ ഈ ആവാസ വ്യവസ്ഥ അടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ കൗതുകങ്ങളാണ് മനുഷ്യൻ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവയെക്കുറിച്ച് മനുഷ്യൻ ഗവേഷണം നടത്തുകയും വിലയിരുത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ പഠന പ്രക്രിയ എന്നെങ്കിലും അവസാനിക്കുന്നുണ്ടോ? യഥാർത്ഥത്തില് വിശ്വാസമുള്ളവരായാലും ഇല്ലാത്തവരായാലും ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും ഏർപ്പെട്ടിരിക്കുന്നത് വളരെ സ്തുത്യർഹമായ പ്രശംസനീയമായ ഒരു പ്രവർത്തനത്തിലാണ്. അതെന്താണ്? അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ചാണ് അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത് വിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം. ഈ പ്രപഞ്ച സാകല്യത്തിലും അവരുടെയൊക്കെ അസ്തിത്വത്തിലുമായിട്ട് നാം അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും എന്ന് തന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നത് കാണാം. അപ്പൊ ഈ പ്രപഞ്ചത്തില് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം വെളിപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചോതുന്ന അസംഖ്യം പ്രതിഭാസങ്ങളുണ്ട്. അതാണ് ദിനേന എന്നോണം മനുഷ്യരുടെ കൂട്ടത്തിലെ പഠന ഗവേഷണങ്ങളിലും ശാസ്ത്ര പര്യവേഷണങ്ങളിലും ഒക്കെ വലിയ താല്പര്യം കാണിക്കുന്ന ആളുകള് ദിനേന കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതും പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ആയ കാര്യങ്ങൾ. ഈ കാര്യങ്ങളെ കുറിച്ച് എഴുതിയിട്ട് മനുഷ്യന് തീർത്തും മതിയാക്കാൻ സാധിക്കുന്നുണ്ടോ? നിരന്തരം ആ മേഖല, ആ പഠന മേഖല വികസിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ. ഏതെങ്കിലും ഒരു പഠന മേഖലയിലെ പഠനം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് കിതാബ് അടച്ചു വെക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു മേഖലയിലും പഠനം അവസാനിച്ചു എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. വൈദ്യശാസ്ത്ര മേഖല ഉദാഹരണത്തിന് കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിലായിട്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മേഖലയാണല്ലോ. ഇന്നും മനുഷ്യൻ ഉത്തരം മുട്ടി നിൽക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ വൈദ്യശാസ്ത്ര മേഖലയിലുണ്ട്. എന്നിട്ട് അതേക്കുറിച്ചുള്ള നൂതനമായ പുതിയ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ഗവേഷകര് അവരുടെ ഗവേഷണ പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇപ്പോ ചികിത്സയുടെ പുതിയ സാധ്യതകളെ തേടിക്കൊണ്ടുള്ള പഠനങ്ങൾ എത്രയാണ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ശരീരത്തെ പോലും പൂർണ്ണമായിട്ട് മനുഷ്യന് പഠിച്ച് മുഴുവനാക്കിയിട്ടില്ല. എന്തെല്ലാം സംഗതികൾ മനുഷ്യന്റെ മുന്നില് പ്രതിസന്ധിയായിട്ട് നിലകൊള്ളുന്നുണ്ട്. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പല കണ്ടെത്തലുകളും നമുക്ക് വളരെ പ്രയോജനകരമായിട്ടുണ്ട്. അപ്പോ ഏത് മേഖലയിലാണ് പഠനം അല്ലെങ്കിൽ ഗവേഷണം ആര് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവര് അള്ളാഹുവിനെ
അംഗീകരിക്കുന്നവരായാലും അംഗീകരിക്കുന്നവരല്ലാത്തവരായാലും അള്ളാഹു അവനെ അംഗീകരിക്കാത്തവരെ കൊണ്ടും അവന്റെ ദൃഷ്ടാന്തങ്ങളുടെ രഹസ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരിക്കും. അതിനൊരു ഉദാഹരണമാണ് ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബല സിദ്ധാന്തം. ഐസക് ന്യൂട്ടന് അള്ളാഹുവിനെ ഉൾക്കൊണ്ടുവോ എന്നത് നമുക്കറിയില്ല. ഇല്ല എന്ന് കരുതാനാണ് സാധ്യത ഏറെ ഉള്ളത്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് ശേഷം 1000-ലേറെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണല്ലോ അദ്ദേഹം ഭൂമുഖത്ത് ജീവിക്കുന്നത്. അദ്ദേഹം ഹക്ക് കണ്ടെത്തി എന്ന് പറയാൻ നമുക്ക് കഴിയുന്ന പ്രത്യക്ഷ ലക്ഷണങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ സാധ്യതയെ എക്സ്പ്ലോർ ചെയ്ത് ചില കണ്ടെത്തലുകളും ചില തത്വങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിലെ ചില സൂചനകൾ നമുക്ക് നേരത്തെ നൽകപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധമായിട്ട്. അപ്പോ ന്യൂട്ടൺ കണ്ടെത്തിയ സംഗതി യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാന്റെ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിലെ ചില കാര്യങ്ങളാണ്. ആ പ്രപഞ്ച സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രഹസ്യങ്ങളാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. അപ്പോ ഏത് മേഖലയിൽ പഠന ഗവേഷണം ചെയ്യുന്ന ആളായാലും അയാൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനായാലും അല്ലെങ്കിലും അവര് യഥാർത്ഥത്തില് അള്ളാഹുവിന്റെ ആയാത്തുകളിലാണ് പഠനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അത് അവർക്ക് പ്രയോജനപ്പെടുമോ? അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. സൃഷ്ടികർമ്മം നടത്തിയ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടുമുള്ള വായനയും പഠനവുമേ ആ വായിക്കുന്നവന് പ്രയോജനപ്പെടുള്ളൂ. അല്ലെങ്കിൽ ലോകത്തിന് പലർക്കും അത് പ്രയോജനകരമായി മാറും. അവർക്ക് അള്ളാഹുവിനെ കണ്ടെത്തി, സത്യം കണ്ടെത്തി എന്ന ആ ബോധത്തോടുകൂടി ജീവിത സായുജ്യം അടയുവാൻ സാധിക്കുകയില്ല എന്നതാണ് അതിന്റെ ഏറ്റവും പരിതാപകരമായ ഒരു കാര്യം. അപ്പൊ അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത് ഈ ഭൂമുഖത്തുള്ള സകല വൃക്ഷങ്ങളും പേനയും സകല സമുദ്രങ്ങളും മഷിയും, സമുദ്രത്തെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ജലസ്രോതസ്സുകളെ പിന്തുണച്ചുകൊണ്ട് അതിനെ പിൻബലപ്പെടുത്തിക്കൊണ്ട് 7 സമുദ്രങ്ങൾ വേറെയും ഒക്കെ ഉണ്ടായിരുന്നാൽ പോലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അത് എഴുതി രേഖപ്പെടുത്താൻ തുനിഞ്ഞാൽ അള്ളാഹുവിന്റെ കലിമാത്തുകൾ അവസാനിക്കുകയില്ല, തീർന്നു പോവുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് നടത്തേണ്ട ഈ വിവരണങ്ങൾ, അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ചുള്ള വിവരണങ്ങൾ അത് അവസാനിക്കുകയില്ല എന്നാണ് അള്ളാഹു നൽകുന്ന ഒരു വെളിപ്പെടുത്തൽ. ഇവിടെ അള്ളാഹുവിന്റെ കലിമാത്തുകള് തീർന്നു പോവുകയില്ല, അള്ളാഹുവിന്റെ വചനങ്ങൾ തീർന്നു പോവുകയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകിയ അവന്റെ കൽപ്പനകള് ആയിട്ട് മനസ്സിലാക്കാനും ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ, ഒരു സംഗതി ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു കുൻ എന്ന് പറയുകയേ വേണ്ടതുള്ളൂ. ഫയക്കൂൻ, അതുണ്ടായി വരും. അപ്പൊ അള്ളാഹു ഓരോന്നും ഈ പ്രപഞ്ചത്തിലെ ഓരോരോ സംഗതികളും ഉണ്ടാവാൻ വേണ്ടി നൽകുന്ന നിർദ്ദേശങ്ങളാവാം ഈ കലിമാത്തുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് നിർവഹിക്കപ്പെടുന്ന വിവരണങ്ങളാവാം. ഇതുപോലെ പല സാധ്യതകളും ആ കലിമാത്ത് എന്ന വാക്കിനുണ്ട്. അപ്പൊ മാ നഫിദത്ത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ കലിമാത്തുകൾ തീർന്നു പോവില്ല, അവസാനിക്കുകയില്ല. മഷിയും പേനയും ഒക്കെ തീർന്നു പോവുക എന്നല്ലാതെ അള്ളാഹുവിന്റെ കലിമാത്തുകള് രേഖപ്പെടുത്തി തീരുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, നിശ്ചയമായിട്ടും അള്ളാഹു ഏറ്റവും അജയ്യനുമാണ്, യുക്തിജ്ഞനുമാണ് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. കാരണം അള്ളാഹുവിനെ ഈ വക കാര്യങ്ങളില് തോൽപ്പിച്ചു കളയാം എന്നൊന്നും ആരും കരുതിയിട്ടൊരു കാര്യമില്ല. അള്ളാഹു അസീസാണ്. അവന്റെ ഇസ്സത്ത് എപ്പോഴും ആ എടുപ്പ് കാണിച്ചുകൊണ്ട്, പ്രതാപം കാണിച്ചുകൊണ്ട് തന്നെ നിലക്കുള്ളൂ. അള്ളാഹുവിനെ നിർണയിച്ച് വിവരിച്ച് ഞാൻ അങ്ങ് തീർത്തു എന്നൊന്നും ആർക്കും പറയാൻ ഒരു കാര്യത്തിലും സാധിക്കില്ല എന്നർത്ഥം. അവന്റെ ഹിക്മത്ത് ഓരോ മേഖലയിലും ചൂഴ്ന്നു നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയാണ്, മാ ഖലഖതുക്കും വലാ ബഅസുക്കും, നിങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യം
അതുപോലെ നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന കാര്യവും, ഇത് ഇല്ലാക്ക നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആളെ സൃഷ്ടിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ അല്ലാതെ അല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കോടിക്കണക്കിനോ അല്ലെങ്കിൽ അസംഖ്യം വരുന്ന സൃഷ്ടിജാലങ്ങളെ ഒക്കെയും സൃഷ്ടിക്കുക എന്നത്, എന്നിട്ട് പിന്നീട് ഒരിക്കൽ അവയെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് എന്തോ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഒരൊറ്റ ആളെ സൃഷ്ടിക്കാനും അയാളുടെ മരണശേഷം അയാളെ പുനരുജ്ജീവിപ്പിക്കാനും എത്ര പണിയുണ്ടോ അത്രയേ പണിയുള്ളൂ അള്ളാഹുവിന് നിങ്ങളെ മുഴുവനും സൃഷ്ടിക്കാനും നിങ്ങളെല്ലാവരെയും പുനരുജ്ജീവിപ്പിക്കാനും. അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാകാൻ അള്ളാഹുവിന് കുൻ എന്ന് പറയുകയേ വേണ്ടതുള്ളൂ. അപ്പൊ ഉണ്ടായിട്ടുണ്ടാവും. ഒരു കാഹളത്തിൽ ഊതുന്നതോടുകൂടി എല്ലാം മരിച്ചു വീഴും. മറ്റൊരു തവണ കാഹളത്തിൽ ഊതുന്നതോടുകൂടി എല്ലാം ജീവനുള്ളവരായിട്ട് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടവരായിട്ട് പുറത്തു വരും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സൃഷ്ടിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക എന്ന പണി മാത്രമേ ഉള്ളൂ, എന്ന ഒരു എഫേർട്ട് മാത്രമേ വേണ്ടതുള്ളൂ നിങ്ങളെ ഒന്നാകെ സൃഷ്ടിക്കുവാനും നിങ്ങളെല്ലാവരെയും പുനരുജ്ജീവിപ്പിക്കുവാനും എന്നാണ് അള്ളാഹു പറയുന്നത്. മാ ഖൽഖുക്കും വലാ ബഅസുക്കും ഇല്ലാ കനഫ്സിൻ വാഹിദ, ഒരാളെ സൃഷ്ടിക്കുക, ഒരാളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിക്കുക, എല്ലാവരെയും പുനരുജ്ജീവിപ്പിക്കുക എന്ന കാര്യം ചെയ്യുക. ഇന്നല്ലാഹു സമീഉൻ ബസീർ, നിശ്ചയമായിട്ടും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അവനെല്ലാം മുൻകൂട്ടി അറിയുന്നവനാണ്, എല്ലാറ്റിനെയും സൂക്ഷ്മമായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനാണ്. അള്ളാഹുവിനെ കുറിച്ച് പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെയും അള്ളാഹു കേൾക്കുന്നു എന്ന കാര്യം അത് പറയുമ്പോൾ ആരും ഓർക്കാറില്ല. അള്ളാഹുവിനെ തെറി വിളിക്കുന്നവരുണ്ട്, അള്ളാഹുവിനെ തള്ളിക്കളയുന്നവരുണ്ട്, നിഷേധിക്കുന്നവരുണ്ട്, അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ ഗൗനിക്കാതെ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം അള്ളാഹു സമീഉം ബസീറുമാണ് എന്നതാണ്. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്നതാണ് അള്ളാഹുടെ പറയുന്ന ഒരു കാര്യം. നമ്മളിന്ന് വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള ഒരു വിവരണം, അള്ളാഹുവിന്റെ കലിമാത്തുകൾ, സമുദ്രങ്ങളൊക്കെയും മഷിയായിട്ടും അതുപോലെ വൃക്ഷങ്ങളൊക്കെയും പേനയായിട്ടും വന്നാൽ പോലും അള്ളാഹുവിന്റെ കലിമാത്തുകൾ തീർന്നു പോവുകയില്ല എന്ന് പറഞ്ഞ കാര്യം, ഇതേ ആശയം നമുക്ക് സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ 109 ആയത്തിൽ മറ്റൊരു വിധത്തിൽ അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു ഇവിടെ പറയുന്നത്, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി, പറയുക പ്രവാചകരെ, ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി, സമുദ്രം എന്റെ നാഥന്റെ കലിമാത്തുകൾക്കുള്ള മഷിയായിരുന്നെങ്കിൽ, ലനഫിദൽ ബഹ്റു, കടല് തീർന്നു പോകുമായിരുന്നു, ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, എന്റെ റബ്ബിന്റെ കലിമാത്തുകൾ തീർന്നതിന് മുമ്പായിട്ട്, വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ, അതുപോലെയുള്ള കടലിനെ സഹായിക്കാൻ വേണ്ടി അള്ളാഹു വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ പോലും ആ കലിമാത്തുകളെ, അള്ളാഹുവിന്റെ കലിമാത്തുകൾക്ക് ആ കടല്, രണ്ടാമത് നൽകപ്പെട്ട കടല് പോലും, സമുദ്രം പോലും മതിയാവുകയില്ല എന്നാണ് അള്ളാഹു സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ പറയുന്നത്. ഇത് അങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യത പറഞ്ഞുകൊണ്ടല്ല, അതിന്റെ പെരുമ കാണിക്കാൻ വേണ്ടി അള്ളാഹു ഒരു ഉപമയിലൂടെ കാര്യങ്ങൾ വിവരിക്കുകയാണത്. സമുദ്രങ്ങള്, അവയെ പിന്തുണക്കുന്ന, അവയെ പിൻബലപ്പെടുത്തുന്ന വിറയും സമുദ്രങ്ങള്, വൃക്ഷങ്ങള്, അസംഖ്യം ഭൂമുഖത്തിന്നേ വരെ ഉണ്ടായിട്ടുള്ള വൃക്ഷങ്ങളും ഇനി അങ്ങോട്ടുണ്ടാകാനുള്ള വൃക്ഷങ്ങളും, ഇതൊക്കെയും പരിഗണിച്ചാലും അള്ളാഹുവിന്റെ ഇനെസ്റ്റിമബിൾ ആയ ഒരു സാധ്യത, അള്ളാഹു ഖാലിഖാണല്ലോ, അള്ളാഹുവിന്റെ ഒരൊറ്റ കൽപ്പന കൊണ്ട് ഈ പ്രപഞ്ചം ഒന്നാകെ ഈ വിധത്തില്
നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് ഇതുപോലെ എന്തെല്ലാം സാധിക്കുന്നുണ്ടാകും, എങ്ങനെ എഴുതി തീർക്കാൻ കഴിയും? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചത്തിലെ ഭൂമിയാണ് മനുഷ്യന്റെ ആവാസ കേന്ദ്രം, ആവാസ വ്യവസ്ഥ. അതിലെ തന്നെ എത്ര പരിമിതമായ കാര്യങ്ങളാണ് മനുഷ്യന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അവന്റെ ശ്രദ്ധ പതിയാതെ കിടക്കുന്ന എത്ര കോടിക്കണക്കിന് കാര്യങ്ങൾ ഇനിയും ഭൂമിയിൽ തന്നെ ഉണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുടെ ഫലമായിട്ടാണ് കുൻ എന്ന് പറഞ്ഞതിനുള്ള റെസ്പോൺസ് ആയിട്ടാണ് ഈ പ്രപഞ്ച സാകല്യം ഒന്നാകെയും ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അള്ളാഹു ഖാലിഖായിട്ട് തുടർന്നും നിലകൊള്ളുന്നുണ്ടല്ലോ. ഇനി എന്തെല്ലാം സാധ്യതകള് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിൽ വരാൻ ഇരിക്കുന്നു എന്നതൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഈ പറയുന്ന കാര്യം അക്ഷരം പ്രതി അംഗീകരിക്കുകയല്ലാതെ ഒരു നിവൃത്തി ഉണ്ടാവില്ല. ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇനി ഈ സൂറത്തിൽ 6 ആയത്തുകൾ കൂടിയാണ്, 6-7 ആയത്തുകളാണ്. ഇത് 34 വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ സൂറത്തിൽ. അപ്പോ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.